അത് എന്റെ റിയൽ ലൈഫ് എന്റെ ചെറുപ്പത്തിൽ അത്യാവശ്യം നല്ല കുറുമ്പായിരുന്നു. അപ്പൊ മദർ ഇതുപോലെ വീട് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ഈ നെൽകൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഉണക്കിയിട്ട് ആ കച്ചി എന്ന് പറയും നെല്ല്, നമ്മുടെ കച്ചി നെല്ല് അതിന്റെ ഇതെടുത്ത് മുകളിലാണ് വെക്കുന്നത്. അതിനൊരു തട്ടൊക്കെ ഉണ്ട്, ഫുൾ ഓടിട്ട്. അപ്പൊ അമ്മച്ചി അവിടെ വന്ന് പണിക്കാരുടെ എല്ലാം പറഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു മഞ്ഞച്ചേരാന്ന് പറഞ്ഞ വീടുകളിലെ കൂടെയൊക്കെ ഉള്ളതാണ്. അതിന് പക്ഷെ സൈസ് വലുതായിരിക്കും. അതിങ്ങനെ അതിന്റെ ആ ഒരു ഉത്തരത്തെ ഇങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ അമ്മച്ചിച്ച് നോക്കി ഇങ്ങനെ നോക്കിയുണ്ടപ്പം അമ്മച്ചിക്ക് പാമ്പിനെ പേടിയൊക്കെ കൊള്ളിത്. ടി വി കണ്ടാൽ പോലും ഇങ്ങനെ എഴുതുന്ന കാണുമ്പോൾ ഏതാണ്ട് പോലെ അമ്മച്ചി അവിടുന്ന് കാറി ഒറ്റ ഓട്ടം ഓടിയിട്ട്. പക്ഷെ അത് എനിക്ക് ഇന്നേ ഒരു ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണത്. കാറി അവിടുന്ന് ഓടി ബെഡ്റൂമിൽ ചെന്നിട്ട് ബോധം കെട്ട് വീണു. എനിക്ക് അതിന്റെ ഒരു പ്രോസസ് എന്താന്ന് മനസ്സിലായിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് ആൾക്കാരെല്ലാം കൂടി വന്ന് വെള്ളമൊക്കെ തെളിപ്പിച്ച് എല്ലാം റെഡിയാക്കി വന്ന് അമ്മച്ചി വന്ന് സ്വസ്ഥമായിട്ട് അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അപ്പം അടുക്കളയിൽ ഇവിടുന്ന് ഒരു ഡൈനിങ് റൂമിൽ നിന്നൊരു ഡോറുണ്ട്. ആ ഡോറ് കഴിയുമ്പോൾ ഇവിടെ ഒരു ചെയർ, ഇത് കഴിഞ്ഞ പിന്നെ സ്ലാബാ, കിച്ചന്റെ സ്ലാബാ. എന്നിട്ട് അത് നേരെ ആ ഡോറ് പുറത്തേക്ക് പോകുന്നത് മുറ്റത്തേക്കാണ്, പുറയിലത്തെ മുറ്റത്തേക്കാണ്. അമ്മച്ചി അവിടെ വരുന്ന അതിന്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ എന്റെ അവിടെ നിന്ന് ഒരു ബെൽറ്റ് ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഡോറിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു പൊളച്ച് വെച്ച് അമ്മച്ചി പാമ്പെന്ന് പറഞ്ഞു. ഇതേ പിന്നെ ആള് പോയി. നെക്സ്റ്റ് കട്ട് ഒരു ചേസാണ്. ഞാൻ റബ്ബർ തോട്ടത്തിൽ ഓടുന്നു, എന്റെ പുറകെ വാദിയും കൊണ്ട് ഓടുന്നു. ഞാൻ ഒരു മാട് ചാടുമ്പോ പുള്ളി 2 മാട് ചാടി അടിച്ചടിച്ചടിച്ചതിനെ പറപ്പിച്ചോടുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറുമ്പൊക്കെ ഉണ്ട്. പിന്നെ ഒളിച്ചോടുക, അങ്ങനത്തെ ഒത്തിരി അഭ്യാസങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. My credits, my future. Skill credits from GTech.